സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്നും കോടതി. മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ കരിങ്കൊടി. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിജിലൻസ് കോടതിയിലേക്ക് മാർച്ച് നടത്തി. SNDP കൂട്ടുപിടിച്ച് LDFിനെ ദുർബലപ്പെടുത്താനുള്ള BJPയുടെ ശ്രമം ജില്ലയിൽ ഫലവത്തായില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. കോർപ്പറേഷനിൽ അധികാരത്തിലെത്താൻ RSSുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചയാളാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെന്നും മൊയ്തീൻ. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിന് സമീപം KSRTC ബസ്സിടിച്ച് പച്ചക്കറി വ്യാപാരി മരിച്ചു. മറ്റം സ്വദേശി കൂത്തൂർ ജോബിയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. സോളാർ കേസിൽ സരിത നായരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുവാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. മുഖ്യമന്ത്രിക്കും ആര്യാടനും പുറമെ മുൻ മന്ത്രി KB ഗണേഷ് കുമാർ, മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കേശവൻ, ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ്, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെനി ജോപ്പൻ, ജിക്കുമോൻ, സരിത നായർ എന്നിവരടക്കം 8 പേർക്കെതിരെയാണ് തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. പൊതുപ്രവർത്തകൻ PD ജോസഫിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. വിവിധ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും ദ്രുത പരിശോധനയ്ക്ക് ശേഷമാകാം FIR എന്നും വിജിലൻസ് ലീഗൽ അഡ്വൈസർ VK ശൈലജൻ വാദമുന്നയിച്ചിരുന്നുവെങ്കിലും ആവശ്യം കോടതി നിരാകരിച്ചു. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ ഉത്തരങ്ങൾ ഉണ്ടാകുമെന്ന് അക്ബറിനോട് ബീർബൽ പറഞ്ഞ പ്രസ്താവന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അന്വേഷണം നടത്തുന്നത് കോടതിയുടെ ചുമതലയല്ല, അന്വേഷണം നടത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. അതാണ് ഇന്ന് കോടതി വളരെയധികം വ്യക്തമായ സൂചന നൽകിയിട്ടുള്ളത്. ഏപ്രിൽ 11-നകം റിപ്പോർട്ട് നൽകണമെന്നാണ് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേസിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് താൻ കടക്കുന്നില്ലെന്നും അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പരമാധികാരമാണെന്നും ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടത് കോടതിയല്ലെന്നും താൻ പോസ്റ്റ്മാന്റെ ജോലിയാണ് ചെയ്യുന്നതെന്നും ജഡ്ജി പ്രസ്താവിച്ചു. പ്രധാനമന്ത്രിയാണെങ്കിലും വില്ലേജ് ഓഫീസറാണെങ്കിലും നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ഭരണഘടനയിലെ 14-ാം വകുപ്പ് ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്നും കോടതി പ്രസ്താവിച്ചു. 10 ദിവസം സമയം അനുവദിക്കണമെന്നും അല്ലെങ്കിൽ താൻ കുടുങ്ങുമെന്നുമുള്ള ലീഗൽ അഡ്വൈസർ തടസ്സവാദം ഉന്നയിച്ചപ്പോൾ ഇത് വെള്ളരിക്ക പട്ടണമല്ലെന്നും കോടതി വിലയിരുത്തി. 156(3) വകുപ്പ് അനുസരിച്ചാണ് കേസ് അന്വേഷിക്കാൻ വിജിലൻസ് കോടതി ജഡ്ജി SS വാസൻ ഉത്തരവിട്ടിട്ടുള്ളത്. TCU ന്യൂസ്, തൃശൂർ. സോളാർ കേസിൽ സർക്കാർ ഭരണം അസാധാരണമായ പ്രതിസന്ധിയിലേക്ക്. മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടെയാണ് സർക്കാർ അസാധാരണ പ്രതിസന്ധി നേരിടുന്നത്. കഴിഞ്ഞ ദിവസം സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ സരിത നായർ സോളാർ കമ്മീഷൻ മുമ്പാകെ മുഖ്യമന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കുമെതിരെ കോടികളുടെ അഴിമതി ആരോപണം വെളിപ്പെടുത്തിയതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സോളാർ കമ്മീഷനിൽ സരിതയുടെ വെളിപ്പെടുത്തൽ നടത്തി 24 മണിക്കൂർ തികയും മുമ്പാണ് തൃശൂർ വിജിലൻസ് കോടതിയുടെ വെടിപൊട്ടിക്കൽ. ഇതോടെ സർക്കാർ കടുത്ത വെട്ടിലായിരിക്കുകയാണ്. അതേസമയം തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകും. നിയമപ്രവർത്തനങ്ങളുമായി ആലോചിച്ച ശേഷമായിരിക്കും സർക്കാർ അപ്പീൽ നൽകുക. സരിത നായരുടെ വെളിപ്പെടുത്തലിനെയും വിജിലൻസ് കോടതി ഉത്തരവിനെയും തുടർന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. സംസ്ഥാനത്തെ പല ഭാഗങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ പ്രതിഷേധ സമര പരിപാടികൾ സംഘർഷത്തിൽ കലാശിച്ചു. DYFI വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. BJPയും പ്രതിഷേധ സമര പരിപാടികളുമായി രംഗത്തുണ്ട്. വിജിലൻസ് കോടതിയുടെ പരാമർശത്തിൽ താൻ എന്തിന് രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി മലപ്പുറത്ത് ചോദിച്ചു. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിനെ തുടർന്ന് ഹൈക്കമാൻഡ് പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കോൺഗ്രസ് ഘടകകക്ഷി നേതാക്കളുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. ഇതേസമയം സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ രാജിയില്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ രാജിക്കായി സമ്മർദ്ദം കൂട്ടാൻ അടിയന്തര LDF യോഗം വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ചേരും. TCV ന്യൂസ്, തൃശൂർ. മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ കരിങ്കൊടി. മലപ്പുറത്തുനിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടെയാണ് ആര്യാടൻ മുഹമ്മദിനെതിരെ DYFI SFI പ്രവർത്തകർ തൃശൂർ ചെമ്പുക്കാവിൽ കരിങ്കൊടി കാണിച്ചത്.
ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PB അനൂപ് ഡേവിസ് കാട, സെന്തിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. യുവജന സംഘടനകളുടെ പ്രതിഷേധം ഭയന്ന് മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ചെമ്പുക്കാവ് ജംഗ്ഷൻ വഴി വിടാതെ അശ്വിനി ജംഗ്ഷനിൽ നിന്ന് MO റോഡ് വഴി പോലീസ് കടത്തിവിട്ടു. മരത്താക്കര കുഞ്ഞനംപാറയിൽ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ആമ്പല്ലൂരിൽ BJP പ്രവർത്തകരും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടി. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച വിജിലൻസ് ജഡ്ജിക്കെതിരെ ശവമഞ്ചവുമേന്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ഷിജു വെളിയത്തിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് കോടതിയിലേക്ക് നടത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു. വിജിലൻസ് ജഡ്ജിയുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിക്കൊണ്ടാണ് പ്രതിഷേധ സമരം അരങ്ങേറിയത്. മുദ്രാവാക്യം വിളിച്ച് DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച ശവമഞ്ച ഘോഷയാത്രയ്ക്ക് ശേഷം പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ വ്യാപക പ്രതിഷേധം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ BJP യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. BJP യുവമോർച്ച നേതാക്കളായ MS സമ്പൂർണ്ണ, അഡ്വക്കേറ്റ് KK അനീഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് ഡിവൈഎഫ്ഐ നേതാക്കളായ PB അനൂപ്, KB രാജേഷ്, KS സെന്തിൽ, അനൂപ് ഡേവിസ് കാട, ഗ്രീഷ്മ അജയ് ഘോഷ്, KV ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനം തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF പ്രവർത്തകരും തൃശൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി. LDF തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേതാക്കളായ PK ഷാജൻ, CP റോയ്, CR വത്സൻ, P ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാളയിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. LDF നേതാക്കളായ M രാജേഷ്, KB വസന്തകുമാർ, M ബാബു എന്നിവർ നേതൃത്വം നൽകി. LDF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പുതുക്കാട് EMS മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി. നേതാക്കളായ NV വൈശാഖൻ, PC ഉമേഷ്, PD നെൽസൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് TCV. മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട തൃശൂർ വിജിലൻസ് ജഡ്ജിക്കെതിരെ DCC ജനറൽ സെക്രട്ടറി രംഗത്ത്. മുഖ്യമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട ജഡ്ജി SS വാസന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയേൽ പറഞ്ഞു. അസാധാരണമായ സാഹചര്യമാണുള്ളത്. അസാധാരണമായ സാഹചര്യമുള്ളപ്പോൾ അസാധാരണമായ വിധി ഉണ്ടാകുമെന്ന് ജഡ്ജി പറയുന്നു. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? സാഹചര്യം നോക്കിയാണോ ജഡ്ജിമാർ വിധികൾ പറയേണ്ടത്? ഈ ജഡ്ജി തികച്ചും വ്യക്തിപരമായ വിരോധം വെച്ചുകൊണ്ട് ജുഡീഷ്യറിയുടെ അന്തസത്തയെ ജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. വ്യക്തിപരമായ വിദ്വേഷം മൂലമാണ് മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് ജഡ്ജി നടത്തിയ പരാമർശങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. SNDPയെ കൂട്ടിപ്പിടിച്ച് LDFനെ ദുർബലപ്പെടുത്താനുള്ള BJPയുടെ ശ്രമം ജില്ലയിൽ ഫലവത്തായില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ പറഞ്ഞു. നവകേരള മാർച്ചിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മൊയ്തീൻ. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം UDF BJP ബാന്ധവം പ്രകടമായതാണ്. എന്നിട്ടും ജില്ലയിൽ 70% വോട്ടർമാരും LDFനെയാണ് പിന്തുണച്ചത്. സോളാർ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലുമെല്ലാം ആരോപണ വിധേയരായ ജനപ്രതിനിധികളാണ് UDFൽ ഉള്ളത്. വിവാദ വ്യവസായിയും കൊലപാതകവുമായ നിസാമിനെ ജയിലിൽ സന്ദർശിച്ചവരും ഇക്കൂട്ടരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിസാമിന്റെ കെട്ടിടത്തിലാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. കോർപ്പറേഷനിൽ അധികാരത്തിനായി RSS ആയി പോലും കൂട്ടുകൂടാൻ ശ്രമിച്ചയാളാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി. ഒട്ടേറെ വിജിലൻസ് കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളതെന്നും AC മൊയ്തീൻ ആരോപിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഈ മാസം 30, 31 ഫെബ്രുവരി 1 തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി CPM പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി നയിക്കുന്ന നവകേരള മാർച്ചിന് 30-ന് ജില്ലാ അതിർത്തിയായ പ്ലാഴിയിലാണ് ആദ്യ സ്വീകരണം ഒരുക്കുക. ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് നവകേരള മാർച്ചിന് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. 30-ന് വൈകിട്ട് തൃശൂർ തെക്കേ ഗോപുരനടയിൽ സ്വീകരണ പൊതുയോഗം സംഘടിപ്പിക്കും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുമായി എല്ലാ ദിവസവും പിണറായി ആശയ സംവാദം നടത്തും. കലാ-സാംസ്കാരിക പ്രവർത്തകർ വിവിധ സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കും. ഓരോ മണ്ഡലത്തിലെയും ജനങ്ങൾക്ക് നിവേദനം നൽകാനുള്ള അവസരവും ജാഥയോടനുബന്ധിച്ച് ഉണ്ടാകും. കാൽനട ജാഥകളും കുടുംബയോഗങ്ങളും പ്രചാരണ പരിപാടികളും മാർച്ചിന് മുന്നോടിയായി ഒരുക്കിയിട്ടുണ്ട്.
പ്രൊഫസർ എം മുരളീധരൻ, NR ബാലൻ, UP ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിന് സമീപം KSRTC ലോ ഫ്ലോർ ബസ്സിടിച്ച് പച്ചക്കറി വ്യാപാരി മരിച്ചു. മറ്റം സ്വദേശി കൂത്തൂർ വീട്ടിൽ ഔസിഫ് മകൻ 50 വയസ്സുള്ള ജോബിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7:30യോടെ ശക്തൻ റൗണ്ട് എബൌട്ടിന് സമീപം റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. പുലർച്ചെ പച്ചക്കറി ചരക്കെടുക്കാൻ മാർക്കറ്റിലെത്തിയതായിരുന്നു ജോബി. തലയിൽ പച്ചക്കറി സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നതിനിടെ കാൽവഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ടതാകാമെന്ന് ട്രാഫിക് പോലീസ് പറഞ്ഞു. 2 ആഴ്ചയ്ക്കിടെ നഗരത്തിൽ നടക്കുന്ന രണ്ടാമത്തെ ബസ് അപകടമാണിത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ 7 വിദ്യാർത്ഥികളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോസ്റ്റലിൽ കഴിയുന്ന 15ഓളം വിദ്യാർത്ഥികൾ ഭക്ഷ്യവിഷബാധ മൂലം ചികിത്സ തേടിയിട്ടുണ്ട്. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹോസ്റ്റലിൽ കഴിച്ച ഭക്ഷണമാകാം വിഷബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹോസ്റ്റലിൽ പാചകക്കാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ വൈകിട്ട് വിദ്യാർത്ഥികൾ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. പഴകിയ ഭക്ഷണം കഴിച്ചതാണോ വിഷബാധയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മോരുകറി കഴിച്ചതിനെ തുടർന്നാണ് ശാരീരിക അസ്വസ്ഥം അനുഭവപ്പെട്ടതെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ഭക്ഷണ സാമ്പിളുകളും മറ്റും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കയ്പമംഗലത്ത് വയോധികയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. കയ്പമംഗലം 12ാം കല്ല് ഷാപ്പിന് കിഴക്ക് ചാണാടിക്കൽ പരേതനായ ബാഹുലയുടെ ഭാര്യ സുശീല കൊല്ലപ്പെട്ട സംഭവത്തിലാണ് അന്വേഷണം. സുശീല കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നത് ആദ്യം കണ്ട അയൽവാസിയും ബന്ധുവുമായ അഭിജിത്തിന്റെ മൊഴി പോലീസ് വീണ്ടും എടുക്കും. അതേസമയം കൊലപാതകവുമായി ബന്ധപ്പെട്ട അഭിജിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ തയ്യാറാക്കിയ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും കൊലപാതകവുമായി ബന്ധപ്പെട്ട് സൂചനകളോ തെളിവുകളോ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി A. വർഗീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ 26-നാണ് സുശീലയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഷോളയാർ ഡാമിൽ മീൻ പിടിക്കാൻ പോയ ആദിവാസി യുവാവിനെ കാണാതായി. പെരുമ്പാറ കോളനിയിലെ 30 വയസ്സുള്ള വിശ്വനാഥനെയാണ് കാണാതായത്. ചങ്ങാടത്തിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി C. സുമേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. വടക്കേ സ്റ്റാൻഡിൽ നിന്ന് പ്രകടനമായെത്തിയ ശേഷമാണ് ധർണ നടത്തിയത്. പുതുതായി പണിത ആശുപത്രി കെട്ടിടം തുറന്നു നൽകുക, ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക, അടിസ്ഥാന സൗകര്യമൊരുക്കുക, മികച്ച സേവനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PV അനൂപ്, പ്രസിഡന്റ് KV രാജേഷ്, KS സെന്തിൽകുമാർ, അൻസൻ C. ജോയ്, KK മുബാറക്ക്, അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ആൺകുട്ടികളെ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണിച്ച് വശീകരിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേരെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങന്നൂർ സ്വദേശി ചിറമൽ ആൻഡോ, മുണ്ടൂരിൽ വീഡിയോ കട നടത്തുന്ന പുളിക്കൻ വീട്ടിൽ സുദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. വീഡിയോ സ്ഥാപനത്തിൽ വെച്ച് ഇന്റർനെറ്റിൽ നിന്ന് അശ്ലീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിലേക്ക് പകർത്തിയാണ് ഇവർ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിരുന്നത്. സ്കൂളിൽ നടപ്പിലാക്കി വരുന്ന ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ സ്കൂൾ തല മോണിറ്ററിംഗിലാണ് അധ്യാപകർ ഈ വിവരം അറിഞ്ഞത്. തുടർന്ന് പേരാമംഗലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. CIPC ബിജുകുമാർ, ASI ചന്ദ്രൻ, സീനിയർ CPO രാജൻ, CPO സജീവൻ എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അവയവദാനത്തിന്റെ ഉദാത്ത മാതൃകയായി ദമ്പതികൾ. ഭാര്യയും ഭർത്താവും തങ്ങളുടെ 2 വൃക്കകളിൽ 1 വീതം പകുത്തു നൽകിയപ്പോൾ പൊതുജന്മം ലഭിച്ചത് 2 യുവാക്കൾക്കാണ്. രക്തം ദാനം ചെയ്യാൻ പോലും പലരും മടിക്കുന്ന ഇക്കാലത്ത് തങ്ങളുടെ വൃക്കകളിൽ 1 വീതം പകുത്തു നൽകി ഉദാത്ത മാതൃകയായിരിക്കുകയാണ് ഈ ദമ്പതിമാർ. മിശ്രവിവാഹിതരായ ഇവർ വൃക്കദാനം ചെയ്തതും 2 സമുദായത്തിൽപ്പെട്ട യുവാക്കൾക്കാണ്. തൃശൂർ കണ്ണൂർ റൂട്ടിലെ ഫാസ്റ്റ് പാസഞ്ചർ സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായ മണ്ണുത്തി സുഭാഷ് നഗറിൽ താമസിക്കുന്ന ചെറുവത്തൂർ ജോസും ഭാര്യ പുഷ്പയുമാണ് അവയവദാനത്തിലൂടെ ഇരുവൃക്കകളും തകരാറിലായ യുവാക്കളെ ജീവിതത്തിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ വാടക വീട്ടിൽ കഴിയുമ്പോഴും തന്നോടൊപ്പം ജോലി ചെയ്ത കണ്ടക്ടർമാരുടെ 24 വയസ്സുള്ള മക്കൾക്ക് ജീവൻ നിലനിർത്താൻ വൃക്കകൾ ആവശ്യമുണ്ടെന്നറിഞ്ഞ ജോസ് ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ആദ്യം വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായതും പുഷ്പ തന്നെ. വെൽഡിംഗ് തൊഴിലാളിയും ചാലക്കുടി കുറ്റിക്കാട് പാലമറ്റം പരേതനായ മത്തായിയുടെ മകനുമായ സനോജിനാണ് പുഷ്പ വൃക്കദാനം ചെയ്തത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുന്ന സനോജിനെക്കുറിച്ചുള്ള വാർത്തയാണ് പുഷ്പയെ ഇതിന് പ്രേരിപ്പിച്ചതും. വയറിംഗ് തൊഴിലാളിയായ തലശ്ശേരി അരയാൽ പറമ്പത്ത് മുഹമ്മദ് നിഷാലിനാണ് ജോസ് തന്റെ വൃക്കകളിൽ 1 പകുത്തു നൽകിയത്.
കുന്നംകുളത്തെ ആര്യമഹർഷിയും ഭാര്യയും നടത്തിയ വൃക്കദാനത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയതെന്ന് ഇവർ പറയുന്നു. സമൂഹത്തിന് വേണ്ടി രണ്ട് ജീവന് വേണ്ടിയിട്ടുള്ള ഒരു നന്മയാണ് ഞങ്ങളതിൽ പ്രതീക്ഷിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങളുടെ മാതിരി തന്നെ മറ്റുള്ളവരും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരുടെ ഈ സത്പ്രവൃത്തിയെ അനുകൂലിച്ച് മക്കളായ അരുണും ബെൻഹരിയും അമ്മയ്ക്കും അച്ഛനും പകരം തങ്ങൾ വൃക്കുകൾ നൽകാമെന്ന നിലപാടിലായിരുന്നു. ഇനി ഏറെ സമയം ഇരുന്ന് ബസ് ഓടിക്കാനും ഭാരമുള്ള ജോലികൾ ചെയ്യാനും കഴിയില്ലെങ്കിലും ജോസിനും പുഷ്പയ്ക്കും അതിൽ സങ്കടമില്ല. തങ്ങളുടെ ഇല്ലായ്മകൾക്കും വല്ലായ്മകൾക്കും ഇടയിലും രണ്ട് യുവാക്കൾക്ക് പൊതുജീവൻ നൽകാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ കഴിയുകയാണ് ഈ ദമ്പതികൾ. ഒപ്പം ജന്മം കൊണ്ട് ബന്ധുക്കളല്ലെങ്കിലും കർമ്മം കൊണ്ട് രണ്ട് കുടുംബത്തിൻ്റെ ബന്ധുക്കളാകാനായതിൻ്റെ സന്തോഷവും ഇവർക്കുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പട്ടികജാതി വികസനം ചർച്ച ചെയ്യുന്നതിനായി ഗീതാഗോപി MLA തളിക്കുളത്ത് വിളിച്ചു ചേർത്ത യോഗം UDF അംഗങ്ങളുടെ എതിർപ്പോടെ അലങ്കോലപ്പെട്ടു. യോഗത്തിൽ ആമുഖമായി സംസാരിക്കുകയായിരുന്ന ഗീതാഗോപി MLAയെ UDF അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി തടസ്സപ്പെടുത്തി. 59 മാസം അനങ്ങാതിരുന്ന MLA നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തിടുക്കത്തിൽ യോഗം വിളിച്ചു ചേർത്തതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. UDF അംഗങ്ങൾ യോഗം തടസ്സപ്പെടുത്തിയതിനെ LDF അംഗങ്ങൾ എതിർത്തത് തർക്കം രൂക്ഷമാക്കി. MLA നീതി പാലിക്കണമെന്നാവശ്യപ്പെട്ട UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. പട്ടികജാതി വികസന ഓഫീസർക്ക് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം വിളിച്ചു ചേർക്കാൻ അധികാരമില്ലെന്ന് UDF അംഗം PA ഷൗക്കത്ത് അലി ആരോപിച്ചു. UDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചതിനു പിന്നാലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് തർക്കങ്ങൾ കൂടുതൽ ആക്കം കൂട്ടി. യോഗം നടക്കാതിരിക്കാൻ TN പ്രതാപൻ MLA ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതായി ഗീതാഗോപി ആരോപിച്ചു. താൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് ഓഫീസറെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ പ്രതാപനെതിരെ രൂക്ഷമായാണ് ഗീതാഗോപി പ്രതികരിച്ചത്. ഇപ്പോൾ ഞാൻ നടത്തിയ മീറ്റിംഗ് ഒരു MLAയുടെ അധികാര പരിധിയിൽ അപ്പുറം നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട TN പ്രതാപൻ MLA കൊടുങ്ങല്ലൂരിന്റെ MLA ജില്ലാ പട്ടികജാതി വികസന ഓഫീസറെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനൊരു മീറ്റിംഗ് നടത്താൻ പാടില്ലെന്നും നിങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുത്താൽ വിവരം അറിയുമെന്നും ഈ യോഗം നടക്കാൻ പാടില്ലെന്നും ഒരു പട്ടികജാതി ജില്ലാ വികസന ഓഫീസർ സ്ഥല MLA ഇരിക്കുമ്പോൾ മറ്റൊരു MLA ഈ യോഗം അലങ്കോലമാക്കിയത് തന്റെ മണ്ഡലത്തെ ഹൈദരാബാദാക്കാൻ TN പ്രതാപനെ അനുവദിക്കില്ല. അടുത്ത ദിവസം തന്നെ പട്ടികജാതി വികസന യോഗം താൻ വിളിച്ചു ചേർക്കും. ഇത് തടയാൻ TN പ്രതാപൻ MLAക്ക് ധൈര്യമുണ്ടായെന്നും ഗീതാഗോപി വെല്ലുവിളിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. തൃശൂരിൽ ഒരാഴ്ച നീണ്ടുനിന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീണു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ നേർക്കാഴ്ചകൾ അവതരിപ്പിച്ച ഡോക്ടർ ബിജുവിന്റെ വലിയ ചെറുവെള്ള പക്ഷികൾ എന്ന ചിത്രം ശ്രദ്ധേയമായി. ലോക സിനിമാ കാഴ്ചകളുടെ വൈവിധ്യം പകർന്ന ചലച്ചിത്രമേളയ്ക്കാണ് പരിസമാപ്തിയായത്. ബ്ലൂ ഈസ് ദി വാമസ് കളർ എന്ന ഫ്രഞ്ച് സിനിമയായിരുന്നു സമാപന ചിത്രം. മീറ്റ് ദി ഡയറക്ടർ പരിപാടിയിൽ സംവിധായകൻ ഡോക്ടർ ബിജു പങ്കെടുത്തു. ബിജു സംവിധാനം ചെയ്ത വലിയ ചിറകുള്ള പക്ഷികൾ എന്ന ചിത്രം എൻഡോസൾഫാൻ ഇരകൾക്കുള്ള സമർപ്പണം കൂടിയായിരുന്നു. എൻഡോസൾഫാൻ പ്രശ്നം ലോകശ്രദ്ധയിൽ കൊണ്ടുവന്ന മധുരാജ് എന്ന ക്യാമറമാന്റെ ജീവിതാവിഷ്കാരം കൂടിയായിരുന്നു ചിത്രം. കുഞ്ചാക്കോ ബോബനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എൻഡോസൾഫാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടുകളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ചിത്രം ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെയും ചോദ്യം ചെയ്യുന്നു. ക്യാമറ ചിലപ്പോൾ ഒരു ആയുധമാണെന്ന് പഠിപ്പിച്ച അച്ഛൻ്റെ ഓർമ്മകളുമായി എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുഞ്ഞുങ്ങളുടെ നിലവിളിക്ക് മുന്നിൽ നിരായുധനാകുന്ന നായകന്റെ ദൃശ്യത്തോടെയാണ് ചിത്രം പൂർണ്ണമാകുന്നത്. ചിത്രത്തെ കയ്യടികളോടെയല്ല മുദ്രാവാക്യം വിളികളോടെയാണ് പ്രേക്ഷകർ ഏറ്റുവാങ്ങിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഐക്യദാർഢ്യം നടന്നും ഇരകളെ അവഗണിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുമാണ് പ്രേക്ഷകർ പിരിഞ്ഞുപോയത്. TCV ന്യൂസ്, തൃശൂർ. ഇന്ത്യയിൽ വളർന്നുവരുന്ന സവർണ ഫാസിസത്തിന്റെ ഇരയാണ് രോഹിത് വെമുലയെന്ന് സാഹിത്യകാരൻ ബാലചന്ദ്രൻ വടക്കേടത്ത് പറഞ്ഞു. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച രോഹിത് അനുസ്മരണത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിത് വിഭാഗങ്ങളെന്നും കീഴാളന്മാരായി ജീവിക്കണമെന്നുള്ളത് സവിശേഷമായ സത്യമാണെന്നും വടക്കേടത്ത് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്ര നടപ്പാക്കുന്നതിനുള്ള വേദിയായി BJP മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി അഭിപ്രായം പറയാനും സ്വതന്ത്രമായി ആശയവിനിമയം നടത്താനും യൂണിവേഴ്സിറ്റികളിൽ സാധിക്കുന്നില്ലെന്നും വടക്കേടത്ത് പറഞ്ഞു. കവി വൈശാഖൻ, അഡ്വക്കേറ്റ് AK രാജൻ, ഡോക്ടർ NR ഗ്രാമപ്രകാശ്, VK അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്കുന്നം പുഷ്പഗിരി അഗ്രഹാര വീഥികളെ സംഗീത ലഹരിയിൽ ആറാടിച്ചുകൊണ്ട് കേരള ബ്രാഹ്മണ സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീ ത്യാഗരാജ ആരാധനാ മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസം വൈകിട്ട് നടന്ന ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കീർത്തനാലാപനം കേട്ടുനിന്നവരിൽ സംഗീത വിസ്മയം പൊഴിച്ചു. ശ്രീ ഗണപതി എന്ന കൃതിയോടെ ആരംഭിച്ച പഞ്ചരത്ന കീർത്തനാലാപനം എന്തരോ മഹാനുഭാവലു എന്ന കൃതിയോടെ സമാപിക്കുമ്പോൾ ആസ്വാദകരിൽ സംഗീത കുളിർമ പെയ്തിറങ്ങിയ പ്രതീതിയായി.
നാട്ട, ഗൗള, ആരവി, വരാളി, ശ്രീരാഗം എന്നീ രാഗങ്ങളിലുള്ള 5 കൃതികളും 50ഓളം സംഗീത അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് ആലപിച്ചത്. തുടർന്ന് യുവസംഗീതജ്ഞ തിരുവനന്തപുരം NJ നന്ദിനിയുടെ സംഗീത കച്ചേരിയോടെ ശ്രീ ത്യാഗരാജ ആരാധനാ മഹോത്സവത്തിന് സമാപനമായി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ജീവകാരുണ്യനിധി ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച തൃശൂരിൽ നടക്കും. രാവിലെ 10:30 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക മന്ദിരത്തിൽ തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VV ശശികുമാർ അധ്യക്ഷത വഹിക്കും. സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ, റൂറൽ പോലീസ് മേധാവി K കാർത്തിക് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. അസോസിയേഷനുകളെ കൊണ്ട് മലയാള സിനിമയ്ക്ക് പ്രയോജനം ഉണ്ടായിട്ടില്ലെന്ന് സംവിധായകൻ അമ്പിളി പറഞ്ഞു. മാള അരവിന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ മാളയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സിനിമാ രംഗത്ത് ആവശ്യമില്ലാത്ത സംഘടനകളാണ് നിലവിലുള്ളതെന്നും അമ്പിളി കൂട്ടിച്ചേർത്തു. സംഘടനകളുടെ ഊരുവിലയ്ക്ക് മാനസിക സമ്മർദ്ദം അനുഭവിച്ചവരാണ് മാള അരവിന്ദനും തിലകനും. സിനിമയിൽ ഹാസ്യ നടന്മാരെ വേറിട്ട രീതിയിൽ മാറ്റി നിർത്തുന്നതല്ലാതെ അവർക്ക് മികച്ച നടന്മാരുടെ പരിഗണന നൽകുന്നില്ലെന്നും അമ്പിളി പറഞ്ഞു. സംഘാടക സമിതി പ്രസിഡന്റ് അബ്ദുള്ള പുത്തനങ്ങാടി അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ സുന്ദർദാസ്, തിരക്കഥാകൃത്ത് ശ്രീമൂലനഗരം മോഹൻ, ഗാനരചയിതാവ് GK പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാള അരവിന്ദന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വ്യാജരേഖകൾ ഉണ്ടാക്കി കരാറിൽ ഒപ്പുവയ്പ്പിച്ച് വസ്തുവകകൾ കൈവശപ്പെടുത്തിയെന്ന കേസിൽ ഒളിവിലായിരുന്നയാൾ പോലീസ് പിടിയിൽ. എറണാകുളം സ്വദേശി കുരുട്ടുകളത്തിൽ വീട്ടിൽ പ്രവീൺ മാത്യു ആണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള LP സ്ക്വാഡിന്റെ പിടിയിലായത്. LP സ്ക്വാഡ് അംഗങ്ങളായ വിനു കിരിയാക്കോസ്, ലിപ്സൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വിദേശത്തേക്ക് കടന്ന പ്രതി 2 ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ക്ഷേത്രത്തിലെ പൂരം എഴുന്നള്ളിപ്പിനിടെ 2 ആനകൾ തമ്മിൽ പരസ്പരം കുത്തി. ബാസ്റ്റിൻ വിനയചന്ദ്രനും ചെറുപ്പുളശ്ശേരി പാർത്തനുമാണ് പരസ്പരം ഇടഞ്ഞ് കുത്തിയത്. ആനകൾ തമ്മിൽ കൊമ്പു കോർക്കുന്നത് കണ്ട ജനങ്ങൾ 4 പാടും ചിതറിയോടി. കുറുമ്പ് കാട്ടിയ 2 ആനകളെയും പിന്നീട് പാപ്പാന്മാർ നിയന്ത്രിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത നർത്തകി മൃണാളിനി സാരാഭായ് അനുസ്മരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. ആൽഫ ചെയർമാൻ KM നൂർദീൻ അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രമോഹൻ, ജോയ് M മണ്ണൂർ, ഡോക്ടർ ആനന്ദം, ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസ്ഥലത്ത് അടിപിടിയുണ്ടാക്കിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ LP സ്ക്വാഡ് പിടികൂടി. കാനാട്ടുകര സ്വദേശി കരിപ്പായി മിഥുനാണ് അറസ്റ്റിലായത്. സീനിയർ CPO സാജ്, CPO പ്രദീപ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്നും കോടതി. മുഖ്യമന്ത്രിക്കും വൈദ്യുത മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ കരിങ്കൊടി. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിജിലൻസ് കോടതിയിലേക്ക് മാർച്ച് നടത്തി. SNDP കൂട്ടുപിടിച്ച് LDFിനെ ദുർബലപ്പെടുത്താനുള്ള BJPയുടെ ശ്രമം ജില്ലയിൽ ഫലവത്തായില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ. കോർപ്പറേഷനിൽ അധികാരത്തിലെത്താൻ RSSുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചയാളാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെന്നും മൊയ്തീൻ. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിന് സമീപം KSRTC ബസ്സിടിച്ച് പച്ചക്കറി വ്യാപാരി മരിച്ചു. മറ്റം സ്വദേശി കൂത്തൂർ ജോബിയാണ് മരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.